ഓ മൈ ഗോഡിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരന്റെ വീട്ടിൽ അതിഥിയായി വരികയാണ് ഈ ദമ്പതികൾ. ചേട്ടാ ചേട്ടാ വന്ന ഫ്രണ്ട് വന്നോ? ഓ കാലങ്ങൾക്ക് ശേഷം കാണുന്ന കൂട്ടുകാരന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ ഈ ദമ്പതികൾ എങ്ങനെ പ്രതികരിക്കും? കാണാം വേറിട്ട പ്രാങ്ക് കഥ പറയുന്ന ഓ മൈ ഗോഡ്. ഹലോ, ഒന്നിന് മോളിൽ വന്നടാ. പാർവതി വീട് ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ തന്നെ. ചേട്ടൻ്റെ വീട് എവിടെയാണ്? എവിടെ ഇങ്ങനെ ഇന്നലെ? പത്തനംതിട്ടയാ. പൂങ്കാവ്. ഓ പൂങ്കാവ്. മക്കള് അവര് രണ്ടുപേര്, രണ്ട് മോള് ആർക്കിടെക്ചറിന്. ഓക്കെ. ഇപ്പൊ ഫാമിലി രണ്ടുപേര്. ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റില്. എന്തായിട്ട്? ഇപ്പൊ ഹെഡ് ക്ലാർക്ക്. ചേട്ടന് ഇതുണ്ടല്ലേ? സാറല്ലേ? ഇപ്പൊ ഡ്രോയിങ് സാറാണ്. ദുബായ് അബുദാബിയിലായിരുന്നു. പേരെന്തോന്ന്? വിജയശ്രീ. ഞങ്ങൾ ഒന്നിച്ച് പ്രീ ഡിഗ്രിക്ക് പഠിച്ചതാ. എന്തേ ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഞാൻ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ്. പഞ്ചായത്തിൽ എന്താ കൊണ്ടാണ് ഞാൻ പറയാ? ഒന്നുമില്ല, ഇങ്ങനെ പോകുന്നു. നമ്മള് പഴയ പോലൊക്കെ തന്നെ ഇങ്ങനെ ജീവിക്കുന്നു, അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ. ഞാൻ ഇതെടുക്കാം. എന്തുകൊണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, 2 മക്കളുണ്ട്. കുഴപ്പമില്ല, അവർ എൻ്റെ ഏറ്റിലൊക്കെ പഠിക്കുന്നു. മക്കളൊക്കെ ഏത് പ്രായമായി? 10-22 വയസ്സ്. ഒരാൾക്ക് 23. ശരി. ഒരാൾക്ക് 21. ഇവിടെ ഏത് പഞ്ചായത്തിലാണ് ഇപ്പൊ ജോലി ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ നെല്ലിക്കുഴി. വെള്ളിക്കുഴി. ഒരാളെ ഉള്ളു മോള്. ഒരാളെ ഉള്ളു. അവിടെ വായനശാലയിൽ പോയിരിക്കുന്നു. മറ്റേ നീ ആ സ്കൂൾ ഗ്രൂപ്പ് ഇല്ലേ, നീ അതിനകത്തുണ്ടോ ഇപ്പൊ? ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്, ഞാൻ വലിയ ആക്റ്റീവ് അല്ല. ഈ വൈഫിനോട് പല കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അത് കാര്യമൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവന്റെ പേരെന്താ പറയുക? സ്കൂൾ അവിടെ കോളേജിൽ വിളിച്ചപ്പം എന്ത്? ഞരമ്പ് പ്രേം. അവന്മാര് കുറച്ചുപേര് ചുമ്മാ വിളിച്ചിട്ടുണ്ട്. ചുമ്മാ ആദ്യം അയ്യോ ഭയങ്കര അത് കാരണം ഈ പടം വരപ്പ് കൂടുതലായോണ്ടേ ഞങ്ങൾ ആരെങ്കിലും വന്നാലും പടം വരച്ചാണെന്ന് പറഞ്ഞാൽ പെൺപിള്ളേർ വരണം. പെൺകുട്ടികൾ വന്നിട്ടൊരു പടം വരയ്ക്കുമെന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികൾ വന്നിട്ട് അവിടെ ഇരുത്തി 15 മിനിറ്റ് കൊണ്ട് വരച്ച് നമ്മൾ നോക്കിയാൽ ഈ മൂക്കൊക്കെ എടുത്ത് വെച്ചേക്ക് പോലെ ഇരിക്കും. അതേപോലെ വരയ്ക്കണം. ഇതാണ് അവൻ്റെ പരിപാടി. അങ്ങനെ ഞാൻ അതൊക്കെ ഇവൻ ചുമ്മാ പറയുന്ന ഇവരുടെ എല്ലാം പടം ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നീ ഈ ആവശ്യമുള്ള കാര്യം പറഞ്ഞു. പിള്ളേരോട് വെച്ചാൽ മതി, അവര് പറയും. അത് സത്യമാണ്. ഞാൻ അങ്ങനെ പറഞ്ഞ അവനോട് അവൾക്കുന്നേ നിന്റെ പടവാ ഞാൻ ആദ്യം വരച്ചു തന്നോണ്ടിരുന്നേ. നീ പെണ്ണുങ്ങളെ പടം വരച്ച് നീ ഇപ്പൊ എന്നെ പാടി തെറ്റിക്കാനുള്ള പരിപാടിയല്ലേ നീ കാണിക്കുന്നേ? ഒരുമാതിരി നീ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി? കളയാണ്ട് ഇപ്പം 20 വർഷം. 20ആയി. ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് 22 വർഷമായി. 22 ലവ് മാരേജ് ഒന്നുമില്ല, നീ വിചാരിക്കുന്നില്ല. 22 23 വർഷമാവും. 23 അല്ല, കൊച്ചിന് 23 വയസ്സ് പൂർത്തി. നീ അല്ലല്ല, ആലോചിച്ച് കല്യാണം കഴിച്ചാ നിനക്ക് പെണ്ണ് കിട്ടിയാടാ? മീശയില്ലേടാ? അല്ല, നിന്റെ ജനപത്ര കൂട്ട് അങ്ങനെ കിട്ടൂലേ, അതോട് ചോദിച്ചാ. ജനമ്പെന്ന് പറഞ്ഞാ അന്യായ ജനപ്പായി ഇത്തിരി കബള കയറിയിട്ട് കാര്യം പറയട്ടെ. എന്താ പ്രശ്നമുണ്ടോ? ഇത്രയും നാളായില്ലേ, ഇനിയിപ്പോ എന്ത്? നീ മറ്റേ കാര്യം പറഞ്ഞിട്ടുണ്ടാ? എടാ, ഒരു പെണ്ണുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഒരു പെണ്ണിന്റെ പറഞ്ഞു, വേറെ പെണ്ണിന്റെ ഉണ്ടോ? ഇത് പ്രേമത്തെ കാര്യം മാത്രമല്ലോ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും പറഞ്ഞില്ല. വേറൊന്നും അത് പറഞ്ഞിട്ടില്ലേടാ? ഓ, അതൊക്കെ എന്തിനാ പറയുന്നത്? അതൊക്കെ പഴയ നോസ്റ്റാൾജിയ കാര്യങ്ങളൊക്കെ അല്ലേ? നോസ്റ്റാൾജിയ വൈഫിനെല്ലാം പറഞ്ഞിട്ടുള്ളേ പറഞ്ഞ. അത് കുഴപ്പമൊന്നുമില്ല, ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ കേൾ. കോളേജിൽ പഠിച്ചത് നമ്മള് വീണ എന്നൊരു കുട്ടിയായിട്ട് പോയി ഇച്ചിരി അടുപ്പത്തിലായിരുന്നു. വരെ പേരിന് വെള്ളമല്ലേ, അങ്ങനെ പിള്ളേർ സാധാരണ പ്രേമം തോന്നും. ലൈബ്രറിക്കകത്ത് വെച്ച് ചെറിയൊരു വിഷയമായി. ഉമ്മ ചോദിച്ചെന്നാ എന്തോ പ്രശ്നമായി, വിഷയമായി. യവനെ കോളേജിനകത്ത് അവിടെ നിന്ന് ഈ ലൈബ്രറി നോക്കിയ നാളില്ലേ, അവിടെ സാറ് പിടിച്ച് ഞാനും കൂടെ അവിടെ ഓഫീസ് റൂമിനകത്താക്കി. മറ്റേ കേസായി കാരണം ഇവന്റെ പേരെ ഞാൻ എന്തോന്നത്. എടാ നീ എന്നെ പറ, ഞാൻ കള്ളോടാ പറഞ്ഞേ. അവിടെ പിടിച്ചിട്ടെന്നുള്ള സത്യമാണ്, പക്ഷെ അത്രത്തോളം ഒന്നും ഉണ്ടായിട്ടില്ല.
ഈ ആവശ്യമില്ലാത്ത വർത്താനം പറയാം സത്യം പാടാ. എന്തുവാ ഞാൻ ഈ പറഞ്ഞ എന്താണ് കള്ളം? എടാ നീ പറഞ്ഞതിനകത്ത് കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞത് നീ ഇങ്ങനെ പൊലിപ്പിച്ചെന്ന് പറയേണ്ട കാര്യമില്ല. അവര് പിടിച്ച റൂമിനകത്തൊക്കെ ഇട്ടു. അല്ല ചുമ്മാ പിടിച്ച് ഇതിനകത്ത് ഇടുവോ? ചുമ്മാ പിടിച്ച് ഇതിനകത്ത് അടയ്ക്കുവോ? അങ്ങനെ ലൈബ്രറിക്കകത്ത് അടയ്ക്കുവോ? അടയ്ക്കില്ല. ഞാൻ പറഞ്ഞ സത്യമാണോ? സത്യമാണ്. തിരക്കൊക്കെ പറഞ്ഞു അവളെ ഇടയ്ക്ക് വിളിക്കും. ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഇപ്പൊ അവള് ജീവിതമൊക്കെ പോയി. ഞാനാണ് കളഞ്ഞത്. ആ പ്രശ്നം തന്നെ, അന്നത്തെ പ്രശ്നം തന്നെ. എടാ അന്നത്തെ പ്രശ്നമായിട്ട് അവള് കല്യാണം പോലും കഴിച്ചിട്ടില്ല. പിന്നെന്തുവാ? എടേ കല്യാണം കഴിച്ചിട്ട് അവൾക്ക് അടുത്തൊരു ആലോചന വന്നു. അത് ഏകദേശം എൻഗേജ്മെന്റ് അതൊക്കെ 10-23-24 വർഷമായി. ആ എൻഗേജ്മെന്റ് ആയത് അതിനുശേഷം അതിന്റെ വിഷയമാണ്. എന്നിട്ട് അത് കല്യാണം കഴിച്ചില്ലേ? കഴിഞ്ഞിട്ട് വേറെ കല്യാണം കഴിക്കാനല്ലോ എല്ലാവരും അതുപോലെ തന്നെ അഡിക്റ്റ് ആണോ? ആര് അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞായിരുന്നു. ഞാനുള്ള കല്യാണം കഴിച്ചാലോ ഇതൊക്കെ നീ പിന്നെ അന്നത്തെ പ്രശ്നം നീ അവിടുന്ന് കോളേജിൽ നിന്ന് പോയി. അതീ മോള് വന്നു. കൊച്ചിനെയൊക്കെ നമ്മളെ പറ്റി അപമാനിക്കാൻ പോകണം. ഇതിനാണ് നീ എന്നെ വിളിച്ചു വരുന്നത്. അതല്ല അറിയണ്ടേ. അത് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ കാര്യം. അവൾക്കും ഓൾറെഡി പിന്നെ പഠിച്ച് ഒരു കമ്പനിക്കകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നു. പുറത്ത് ഉണ്ടായിരുന്നു, ദുബായിൽ എവിടെ ആയിരുന്നു പോയി. ഇയാൾ മാനസികപരം നടന്നു. കാരണം കല്യാണം എന്ന് നടക്കുന്നതിന് ഇവൻ്റെ പേരിൽ ആ പ്രശ്നം നടന്നുകൊണ്ടിരിക്കും എപ്പോഴും. അതൊരു കോളേജിൽ വെച്ചൊരു പെൺകുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുന്ന പറയുമ്പോൾ അവസ്ഥ അറിയാമല്ലോ. അതാണ് നീ എന്നോട് കള്ളം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഞാൻ അതിനകത്ത് പ്രിൻസിപ്പാളെ ഞങ്ങളെല്ലാം കൂടെ തടഞ്ഞു വെച്ചാണ് ഇവനെ അന്ന് അതിൽ നിന്ന് വിട്ടത്. വായനത്തിൽ കൂടാതെ മക്കളെയോ വായനക്കാരിയാന്ന് പറയുന്നത്. ഇതിന്റെ അടുത്ത സുഹൃത്ത്. നിന്നെ ഇനി സ്കൂളിലെ സാറായത് എങ്ങനെയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ വേറെ കാര്യം ഇപ്പൊ ആരും ഇതില്ല കേട്ടോ. ആര്? വേറെ അങ്ങനെയുള്ള ഒരു രീതികളും ഇല്ല ഇപ്പൊ. ആര്? നരമ്പനെന്ന് പറഞ്ഞ യമൈ ഇനി ഞാൻ യമനെ എത്ര വയസ്സായിരുന്നു? എനിക്കറിയാം, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. നീ മൊത്തം വിശ്വാസം പിടിച്ചൊക്കെ വെച്ചേക്കാനല്ലേ? എന്നാ സമ്മതിക്കണം. ഓ ഉണ്ട് ചേട്ടാ. അവരെ ഒരു ഫ്രണ്ട്സ് വന്ന് നീ ആ ഓപ്പറേഷൻ കഴിഞ്ഞായി മൂക്കിന് അതിന്റെ ഇത് വെച്ചേക്കുന്ന ഇനി മോമ എനിക്ക് മനസ്സിലായില്ല കേട്ടോ. പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജൂനിയർ ആയിട്ട് പഠിച്ചില്ലടാ. എടാ ജൂനിയർ നീ അവിടെ ഇറങ്ങിയ സമയത്ത് വന്നില്ലേ? അവളുടെ പേരെന്തായിരുന്നു? എന്റെ പേരറിയില്ല. പക്ഷെ നിങ്ങളുടെ കൂടെ പഠിച്ച നിങ്ങള് പടം വരയ്ക്കാന്ന് പറഞ്ഞ് ബാത്റൂമിലെ കൊണ്ട് ഒരു കേസൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെ ലൈബ്രറി. അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേടാ പോയി. അത് ഭയങ്കര ഒരു ഇതായിപ്പോ കേട്ടോ, വളരെ മോശമായിപ്പോ. അത് ഇങ്ങനെ കാണുമ്പോൾ പറയണം ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നേ. അതാണ് ഞാൻ വരമില്ലായിട്ട്. നേരത്തെ വന്നോ നീ? ഞാൻ വന്നില്ല. ഇവൻ 12:30 വരാൻ പറഞ്ഞു. ഇതാരാ? വൈഫ്. ഇവ എല്ലാ കാര്യം നമ്മൾ പല പഠിച്ച കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ അപ്പോഴ് ഈ ഞാൻ അപ്പോൾ ചോദിക്കാമല്ലോ, നോർമൽ ചോദിച്ചപ്പോൾ അതൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു പെൺകുട്ടിയുടെ ജീവിതം മൊത്തം തുറച്ചു കൊടുത്തത് സത്യം. നീ പ്രത്യേകിച്ച് ഒന്നും വിചാരിക്കണ്ട കേട്ടോ. പ്രത്യേകിച്ച് അല്ല ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 24. എങ്ങനെ സഹിച്ചത്? ഞാൻ വേറെ ആയിക്കോട്ടെ. അങ്ങനെ ഒന്നുണ്ടായെങ്കിൽ ഇവർ പിന്നെ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് ആ സംസാരിച്ചില്ലേ? ഞങ്ങൾ സംസാരിക്കാത്തോ? അല്ല, നിങ്ങൾ മാത്രമല്ല അവരുടെ വീട്ടുകാരായ ആദ്യ സൗകര്യം ഞങ്ങൾ സംസാരിക്കാത്ത കാര്യം പറഞ്ഞുതരാം. ഞങ്ങൾ ഇതിനു മുമ്പ് ആ കുട്ടിയുടെ സഹോദരന്റെ അവന്റെ പേരെന്തോടാ? സതീഷ് കുമാർ. അവൻ ഇതിനായിട്ട് മാക്സിമം ട്രൈ ചെയ്തു. യവൻ പിടി കൊടുത്തില്ല. യവൻ പിടി കൊടുക്കാതെ യവൻ കാണിച്ച ദ്രോഹം എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളെ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട്. ഏത് വർഷമാണ് നടന്നേ? ഇത് 88. അതിനുശേഷം ഇതിനും അത് ഇവര് തമ്മിൽ പിന്നെ കണ്ടിട്ടേ ഇല്ല രണ്ടുപേരും. ഇവര് പിന്നെ കണ്ടിട്ടില്ലെന്നാ എന്റെ അറിവ്. പക്ഷെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് യവനറിയാം. കണ്ടിട്ടില്ല. നേരിട്ട് കണ്ടിട്ടില്ല. 1-2 ഫോൺ വിളിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ പറയണം. നീ കണ്ടോ കണ്ടില്ലയോ? അത് നീ പറ. അല്ല കണ്ടിട്ടില്ല. ഫോൺ വിളിച്ചതേ ഉള്ളൂ. ഫോൺ കണ്ടോ? ഇപ്പൊ ഫോൺ വിളിച്ചതേ ഉള്ളൂ, കണ്ടിട്ടില്ല. യവനെ നിങ്ങൾക്ക് അറിയാല. മനസ്സിലായി? എത്ര വർഷമായി നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട്? 4 വർഷം. എത്രയാന്ന് പറയും, സൗകര്യം പറയും. ഞാൻ സഹോദരി അടുത്ത് അല്ല എനിക്കിങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന ഇച്ചിരി ടെൻഷൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ. ടെൻഷൻ ഉണ്ടാക്കുന്ന വേണ്ട, നിങ്ങൾ ഇവിടെ ഇരിക്കുക. കഴിഞ്ഞ 2 പെൺകുട്ടികളെ ഉണ്ടല്ലോ. ആ പെൺകുട്ടികളുടെ അച്ഛനായി യവൻ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോന്നാ ഞാൻ പെങ്ങളോട് ചോദിച്ചത്. ആ ഒരു പ്രായം എന്ന് പറയുമ്പോൾ ശരിക്കും ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും പറ്റുന്ന കാര്യമാണ്. പക്ഷെ ഇതിനിടയ്ക്ക് പരിഹരിക്കാനുള്ള വർഷങ്ങൾ ഉണ്ടായിരുന്നു, അത് പറയണം. അപ്പൊ നിങ്ങൾ കല്യാണം കഴിഞ്ഞില്ലേ?
പാർവതി പറയണം. അല്ല അത് അവർ തമ്മിൽ പരിഹരിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ഇപ്പൊ എന്നെ വിളിച്ചിരുത്തി പറഞ്ഞിട്ട് കാര്യമുണ്ട്. പക്ഷെ ആളത് ചെയ്തില്ല. അത് എന്തുകൊണ്ട് ചെയ്തില്ല? ഒരു പെണ്ണിന്റെ ജീവിതം അതാണ്. അല്ല അതല്ല പാർവതി, ഞാൻ പറയുന്നത് അവ ഇപ്പൊ ഇതാണ്. ഇപ്പൊ വേണേ ആ കൊച്ചിനെ വിളിക്ക്, ഞാൻ പറഞ്ഞു വിടാൻ തയ്യാറാ. സമ്മതമാണോ? എന്താണ് നിങ്ങൾ പറയുന്നത്? ആ കുട്ടിയുടെ ജീവിതം ഉണ്ടാക്കുന്നത് ഇവിടെ ഇരിക്കും. യവൻ കാണിച്ചത് വെച്ച് യവനെ അടിക്കുക വേണ്ടത്. യവൻ കാണിച്ചത് മോശത്തരം കണ്ടിട്ട് യവനെ മുഖത്താട്ടി യവനെ അടിക്കുക വേണ്ടത്. പക്ഷെ ഞാൻ എന്റെ മാന്യത കൊണ്ട് ഞാൻ അത് ചെയ്യുന്നില്ല. എന്താ എന്നെ വിളിച്ചു വരുത്തിട്ട് ചെയ്യാനാണോ? ഒരു കുന്തവും ചെയ്തിട്ടില്ല, പിന്നെ ഇന്നാണോ നീ ചെയ്യുന്നത്? നീ എന്താ ചെയ്യാനാ? നീ ചെയ്യുന്ന പോക്കൃത്തരത്തില് നീ ഇപ്പൊ ഒരു പെൺകുട്ടി ചെയ്യുന്നുണ്ടാ? എവിടെ ഇറങ്ങേ? എന്റെ വീഡിയോ നമ്മുടെ നീ ഗോമോടെ ഞാൻ അറിയണം, അല്ല അവിടെ ഇറങ്ങൂല. അല്ല സുഖം നിനക്കറിയാലേ പഴയ പഴയ സ്വഭാവം ഞാൻ എവിടെ പോകുന്ന പഴയ സ്വഭാവം? നിന്റെ പഴയ സ്വഭാവത്തിനെ പറ്റിയാ ഭാര്യ കേട്ടോണ്ടിരിക്കുന്നത്. നിന്റെ പഴയ സ്വഭാവം മുഖേന ഒരു കുട്ടിയുടെ ജീവിതം തകർന്ന കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവൻ കാണിച്ചത് പോക്കൃത്തല്ലേ? ഇത് കേട്ടല്ലോ, ഞാൻ കേട്ടല്ലോ. പുള്ളി ചെയ്ത കാര്യം ഞാൻ കേട്ടു. ഇനി എന്ത് പരിഹാരം ഉണ്ടാക്കാൻ? എന്താ റെമഡി? അത് പറഞ്ഞേ. റെമഡി പറഞ്ഞു. കൊച്ചിനെ വിളിച്ചു വരുത്തിയിട്ട് അത് പറ, ആദ്യം അത് പറ. അതിനെ വിളിച്ചു വരുത്തി ഞാൻ സംസാരിക്കാം. ഈ കാണിച്ചത് മോശമാണോ പെങ്ങളെ? അത് അന്നേരത്തെ കാര്യം എന്തുകൊണ്ട് അന്നേരം പറഞ്ഞു തീർക്കണമായിരുന്നു? അല്ലെ ആ വർഷങ്ങൾ ഇത്രയും വർഷങ്ങളുണ്ടായിരുന്നു. ഞാൻ പിടിതന്നില്ല. നിങ്ങളെ കല്യാണം കഴിച്ച് അവൻ സുഖലോലിപതനായിട്ട് അങ്ങ് ജീവിച്ചില്ലേ? ഈ കുട്ടി നരയിക്കുന്നതോ ഈ കിടന്ന് കഷ്ടപ്പെടുന്നതോ ആ നിങ്ങൾക്കാണ് ഈ അനുഭവം വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? പക്ഷേ ആ കുട്ടിയുടെ മാന്യത കൊണ്ട്, ആ കുട്ടിയുടെ വീട്ടുകാരുടെ മാന്യത കൊണ്ട്, മനുഷ്യത്വം കൊണ്ട് അവർ ഇവനെ ബുദ്ധിമുട്ടിക്കാൻ പോയില്ല. അവരെല്ലാം കഴിഞ്ഞ് ഇത് അറിയിച്ച് ഇവരെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇവൻ സുഖലോലിപിതനായി ജീവിച്ചു തുടങ്ങി. സുഖലോലിപിതനായി എന്ത് ചെയ്യണം? അതൊക്കെ നമുക്കറിയാം. അതൊക്കെ വിട്. പിന്നെ എന്തോ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട കാര്യം. ഇങ്ങനെയൊന്നും ആവല്ലോ കേട്ടോ. സത്യം, ഒരു മനുഷ്യൻ ജീവിക്കുന്ന അത്യാവശ്യം ഒരു എന്നെ വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വരുത്തിയിട്ട് ഇത് പറയാനായിരുന്നു നീ എന്നെ ഉണ്ടല്ലോ ഉണ്ടല്ലോ. എന്താ എന്താ അവനെ അടിക്കും ഞാൻ ഇപ്പം. അവനെ ഞാനുണ്ടല്ലോ. നീ പോയാ അവന് ഭ്രാന്തായ ഒരു അങ്ങനെ മെഡിസിൻ ആയിട്ടൊക്കെ കഴിക്കുന്നതല്ലേ? ഇങ്ങനെ വിളിച്ചു വരുത്തി പറഞ്ഞില്ലേ? ഒരു ജീവിതം നീ തകർത്തിട്ട് എന്റെ ചേട്ടൻ എന്റെ നീ അവിടെ നിക്ക. താളം കൂളാവട അവനെ ചെറിയ വെള്ളം വേണോടാ? ശരി, വെള്ളം കൊടുത്താ അവന്. നിങ്ങളുടെ ഈ പുതിയ വീട്ടിൽ എന്തെങ്കിലും കൊലപാതകം? വെള്ളം കുടിക്കും. വെള്ളം കുടിച്ച് 5 ഓക്കെ അല്ലേ? ഇത് വെള്ളം വെള്ളം വേണം. നീ പോയാൽ ഞാൻ പോകുന്ന വെള്ളം കുടിക്കുന്നതിന് കുഴപ്പമില്ല. നീ വെള്ളം കുടിച്ചോ. നിന്നെ ഞാൻ വെള്ളം കുടിപ്പിക്കും. വെള്ളം കുടിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ ചോദിക്കാൻ ഇനി നിങ്ങൾ തമ്മിൽ സംസാരിക്കണം. ഞാൻ ചോദിക്കും. ആ കൊച്ചിപ്പോ എവിടെ ഉണ്ട്? പറയണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇപ്പൊ പറയുന്നില്ല. ആ കുട്ടി എവിടെ ഉണ്ടെന്നോ ആ കുട്ടി എങ്ങനെ ജീവിക്കുന്നെന്നോ ഇവൻ അറിയരുത് എന്ന് ആ കുട്ടിയുടെ പറയാം. അത് ഞാൻ പേഴ്സണലായിട്ട് പറയാം. അങ്ങനെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പറയാം. പക്ഷേ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ ഇവനെ ഞാൻ അടിക്കും. എന്ത് വയ്യായിക? ഈ വയ്യായിക വെച്ചിട്ട് ഞാൻ ഒരു സഹോദരിയുടെ മുമ്പ് വെച്ച് അനുഭവത്തോടെ ഒരൊറ്റ അടി. എന്താ വീഴില്ലോ, ഒരു പ്രശ്നമല്ല.
അടി. ഞാൻ പറയാം ഇല്ല, എന്താ പറയാ? ഞാൻ പറയാം. ഇല്ല, പറയാം. ഞാൻ എനിക്ക് പറയാം. ഒരു കാര്യം ഇല്ല. വേണ്ട, അടിക്കരുത്. ഒരടി ഒരൊറ്റ അടി. അടിക്കരുതെന്നാ പറയാം. ഒരടി ഞാൻ കൊടുക്കില്ല. എന്നെ അല്ല, ഡേയ്, ഇതൊക്കെ ഇല്ല, ശരിയല്ല. യൂസ് അവരെ ഞാൻ നിർത്തി. ഭയങ്കര ദേഷ്യമാണ് അവർക്ക്. ഇല്ലില്ല, എന്നെ അടിക്ക്. അതെ ശരി, ഞാൻ അടിക്കും. അല്ല എന്നെ അടിയെന്നാ. നിന്നെ ഞാൻ അടിക്കും. നിന്നെ അടിക്കാനാ ഞാൻ വന്നേക്കുന്നേ. നിന്നെ അടിക്കും. കേട്ടോ? ഇല്ല എന്നെ ഞാൻ അടിക്കും. ഇല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ. കുഴപ്പമില്ല. അടിനാമി നോക്കി ഒരു ചവിട്ട് കൊടുക്കട്ടെ. വേണ്ട, വേണ്ട, എന്നെ ചവിട്ടാണ്. ഇല്ലില്ല, അതെന്താ ചേട്ടാ? അത് സൗകര്യം അടിക്കുന്നത്. അല്ല ശരിയാവില്ല, ശരി. അല്ല ചേട്ടാ, പറ, ഞാൻ പറയാം. പുള്ളിയോട് പറഞ്ഞു. ചേട്ടാ ഇവിടെ അടങ്ങിയില്ല ചേട്ടാ. ഇതിനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എത്ര സമയം വേണ്ട? കുറച്ച് പയ്യന്മാർ വരുന്നുണ്ട്. നിന്നെ തീർക്കാൻ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ ബന്ധുവും കൂടാ അത്. നീ അത് ഓർമ്മിച്ചോ? നീ അതെൻ്റെ ബന്ധുവും കൂടാ. നീ ഓർമ്മിച്ചോ അത്? തൊട്ടെന്താ എന്താ എന്താ പണന്തേ? അത് ശരി, നിന്നെ ഇങ്ങോട്ട് മാറുന്നേ. അത് കൊള്ളാലോ. തൊട്ടാ എന്താ നിങ്ങൾ അടിക്കുന്നില്ല, പക്ഷെ യവനെ ഞാൻ വെച്ചിട്ട് പോകും. നിന്നെ അടിച്ചിട്ട് ഞാൻ വിടും. അത് കൊള്ളാം. എന്നോട് കളിക്കണം. കണ്ടാടാ? പെട്ടെന്ന് ഇറങ്ങല്ലേ. 5 ഇനി അടിക്കും ഞാൻ. ചേട്ടാന്ന് വിളിച്ചിട്ട് എടാന്ന് വിളിച്ചിട്ട് എന്നെ ചേട്ടാ ഞാൻ പറയുന്നത് ഇറങ്ങാനെ. നീ പോ. നീ പോ. എന്നെ പോ. വിടരുത്, അവനെ വിടരുത്. പോരുത്. ഞാൻ പോകാൻ വരെ ഇവിടുന്ന് ഇറങ്ങി പോയാൽ ഞാൻ ശരിയാണ്. നീ വാ, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? എന്തോ കേൾക്കണം? കിടക്കാൻ പറഞ്ഞു. നിങ്ങൾ പോകുമ്പോ കടിച്ചു പൊട്ടിക്കും. അവന്റെ സുഖമാണ്. എനിക്ക് അവനെ അടിക്കണം. ഒരടി മൂന്നെണ്ണെ കൊടുക്കും. ഇല്ല, അത് പറ്റില്ല. എന്റെ മുമ്പ് വെച്ച് കൊടുക്കണം. എന്റെ മുമ്പ് വെച്ച് കൊടുക്കണം. എന്റെ മുമ്പ് വെച്ചൊന്നും എന്നെ അടിച്ചാൽ മതി. ഒരടി എന്നെ ഒരടി അടിച്ചാൽ മതി. നിനക്ക് തരാം, പക്ഷെ അവൻ എനിക്ക് കൊടുക്കണം. ഇല്ല, ഇവൻ അടിക്കുന്ന അങ്ങനെ. അവനെ അടിക്കുമ്പോ ഇവിടെ പൊള്ളി കയറും. ഒരടി. ഇല്ല, ഒരടി. എനിക്ക് അടിക്കണം. നമ്മൾ പിടിച്ചാൽ ശരിയാവില്ല. അപ്പൊ അവനെ കൂട്ടി ഒന്നുമില്ല, പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് നോക്കിട്ട് നീ അവിടെ തുറക്കാൻ പറ്റുമോ?
ഇങ്ങനെ ഞാൻ വിളിക്കാം. ഞാൻ ഇത്ര ഇരിക്കാൻ പറ മിണ്ടായിരിക്കടോ. ഇവിടെ നിന്ന് മിണ്ടി പോയെങ്കിൽ എന്നെ വിളിക്കണം കേട്ടോ. ആഹാ മിണ്ടി പോയെങ്കിൽ ഇവിടെ നനങ്ങി പോയെങ്കിൽ ഞാൻ ശരിയാണ്. ആഹാ ആഹാ അനങ്ങി പോയെങ്കിൽ ശരിയാക്കും. ഇങ്ങോട്ട് അടയ്ക്കാനാ അത് തരുന്നു. അത് അവന്റെ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ പോകരുത് കയറരുതെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു കയറരുതെന്നാ സംസാരിക്കാം. സോൾവ് ചെയ്താ അതാ നല്ലത്. എനിക്ക് പോകണം. ശരി, ശരി, ശരി. എനിക്ക് പോണം. പാർവതി കഥ പിടി. സോൾവ് ചെയ്യാം നമുക്ക് സോൾവ് ചെയ്യാം. എന്നിട്ട് ഇത് പിടിക്കുന്നു. ആ എടേ ഇതെന്തോ സംഭവം? ഇത് മറ്റേ കൗമുദി ടിവിയുടെ ഓമൈ കൊടുക്കുന്ന പരിപാടിയായിരുന്നു. പ്രാങ്ക് ഷോ ഇല്ലേ? വൈഫിനെ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നാ പ്രേംജിത്ത് ജി? എന്റെ പൊന്നെ സാറേ, സാർ അങ്ങനെ പറഞ്ഞോണ്ട് സാറ് ഇത് പറയണ്ടായിരുന്നു നമ്മൾക്ക്. അവനെ എനിക്കറിയാം. അവിടെ ഇരിക്ക്. ഞാൻ അവിടെ അകത്തേക്ക് ഇത്രയും ഞാന് മനസ്സിലായോ? അല്ല ഇന്ന് പറഞ്ഞു, നമ്മളടുത്ത് പറഞ്ഞു. അങ്ങനെ എന്ത് എങ്ങനെ വയലന്റ് ആവുന്ന അങ്ങനെ ഞാൻ violent ആയില്ലല്ലോ. ആയിട്ടില്ല. എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ വയലന്റ് ആവും. എന്നുവെച്ചാൽ എനിക്കറിയാം പുള്ളിയെ. ഞാൻ അന്നേരം പറഞ്ഞ എന്താണ്, എനിക്കറിയാം എന്റെ കൂടെ ഇത്രയും നാളും താമസിക്കുന്ന ഒരാളാണ്. പക്ഷെ പെണ്ണേസ് പറഞ്ഞപ്പോ ഈ പ്രശ്നം വന്ന മുഖത്ത്. അങ്ങനെ പ്രയാസമല്ല, കാരണം ഇത്രയും നാളായി എനിക്കറിയാം എന്റെ കുട്ടികളോട് എങ്ങനെ പെരുമാറുന്നതെന്നും എന്നോട് എങ്ങനെയാണെന്നും അതെ, എന്നിട്ടും ഒരു സ്ത്രീയെ കാണുമ്പോ എങ്ങനെയുള്ളതാണെന്നുള്ളത് എനിക്കറിയാം. ദീപൂൾ കാർ ആൻഡ് ബൈക്ക് വാഷ് നൽകുന്ന സമ്മാനം, മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്ങൽ നൽകുന്ന സമ്മാനം. അപ്പോൾ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.